നമസ്തേ, ശ്രീ മാത്രേ നമ. ശ്രീദേവി അസ്ട്രോളജിക്കൽ ചാനലിലേക്ക് ഏവർക്കും സ്വാഗതം. ഇന്ന് കുങ്കുമത്തിൻ്റെ മാഹാത്മ്യത്തെക്കുറിച്ചാണ്. കുങ്കുമത്തിൻ്റെ മാഹാത്മ്യം എല്ലാവർക്കും അറിയാം. എല്ലാവരും കുങ്കുമം ഉപയോഗിക്കുന്നവരാണ്. ചന്ദനവും കുങ്കുമവും ഭസ്മവും ഒക്കെ തിലകം തൊടുന്നതിന് ഉപയോഗിക്കാറുണ്ട്. അതിൽ കുങ്കുമം എന്ന് പറയുന്നത് ശരിക്കും ശക്തേയമായ ദേവിയെ പ്രതിദാനം ചെയ്തുകൊണ്ടാണ് കുങ്കുമം ധരിക്കുന്നത്. കുങ്കുമം നമുക്ക് ഏത് നിറത്തിലുള്ള കുങ്കുമവുമുണ്ട്. കുങ്കുമം നമ്മൾ സാധാരണ മഞ്ഞപ്പൊടിയും അതുപോലെ തന്നെ ഈ ആലവും ഒക്കെ ചേർത്തിട്ട് മിക്സ് ചെയ്ത് നല്ല രീതിയിൽ കുങ്കുമം ഉണ്ടാക്കി തൊടുന്നതാണ് ഏറ്റവും നല്ലത്. മൂകാംബിക ക്ഷേത്രത്തിൽ കുങ്കുമം സ്വന്തമായിട്ട് നിർമ്മിച്ചിട്ട് ഉണ്ടാക്കുന്ന കുങ്കുമം ആയതുകൊണ്ട് മൂകാംബിക ദേവീക്ഷേത്രത്തിൽ കുങ്കുമം ധരിക്കുമ്പോൾ അതിനൊരു പ്രത്യേക സുഗന്ധവുമൊക്കെ ഉണ്ട്. അത് വളരെ കാലം കേടുകൂടാതിരിക്കും. ആ കുങ്കുമധാരണത്തിന് വളരെ ശക്തിയുണ്ട്. അമ്മ നമ്മുടെ ഒപ്പം ഉണ്ട് എന്നുള്ളത് ഒരു വിശ്വാസമാണ്. പേലസൊക്കെ നിറയ്ക്കുന്നവരൊക്കെ തന്നെയാണെങ്കിലും ശാക്തേയ മന്ത്രങ്ങൾ ജപിച്ച് ഈ കുങ്കുമം നിറച്ച് ലോക്കറ്റൊക്കെ ധരിക്കുന്നത് വളരെ, കാരണം അമ്മയുടെ ഒരു കവചം നമുക്കുള്ളതുപോലെ തോന്നും. അപ്പോൾ കുങ്കുമത്തിന് അതിൻ്റേതായ ശക്തിയുണ്ട്. ഭസ്മം എന്ന് പറയുന്ന ശിവഭഗവാനെ സങ്കല്പിച്ചിട്ടാണ്. എല്ലാ ശത്രുദോഷങ്ങൾ മാത്രമല്ല, പേടിയൊക്കെ ഉള്ളവർക്ക്, എന്തെങ്കിലും ഇങ്ങനെ ബാധാപദ്രവങ്ങളോ മറ്റ് ചെറിയ ചെറിയ അസ്വാസ്ഥ്യങ്ങളുള്ളവർക്ക്, ഉറക്കക്കുറവുള്ളവർക്ക് ഒക്കെ ഭസ്മം ധരിച്ചാൽ, ഇങ്ങനെ മരിച്ചു പോയൊരു സ്വപ്നം കാണുക, അല്ലെങ്കിൽ എന്തെങ്കിലും ദുസ്വപ്നങ്ങളൊക്കെ കാണുകയാണെങ്കിൽ ഭസ്മം എടുത്ത് തൊട്ടാൽ ഭയങ്കര ആശ്വാസമാണ്. അതുപോലെ ചൊറിച്ചിൽ, ദേഹത്തിനൊക്കെ അസ്വാസ്ഥ്യമൊക്കെ ഉണ്ടെങ്കിൽ, ചൊറിച്ചിലോ ഇങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ ഭസ്മം ധരിക്കുന്നത് നല്ലതാണ്. സാധാരണ നമ്മൾ ശിവരാത്രി ദിവസമാണ് ഭസ്മം ഉണ്ടാക്കുന്നത്. ചാണകവും നല്ലോണം ഉമി ഇങ്ങനെ കരിച്ചിട്ടാണ് ശരിക്കും. അതിൽ ചാണകം കൂടി ചേർത്തിട്ട് ഉമിയും കൂടി ചേർത്ത് മിശ്രിതം നല്ലോണം ഇതാക്കി ശരിക്കും ഉമിയിലിട്ട് ഉമിക്ക് തീ കൊടുത്തുകൊണ്ട് ചാണകവരലി നല്ലോണം എടുത്ത് അതിങ്ങനെ കരിച്ചെടുക്കുകയാണ് ചെയ്യുക. ഭയങ്കര പുണ്യമാണ് ആ ഇത്. വൈക്കം മഹാദേവ ക്ഷേത്രത്തിലെ തിടപ്പള്ളിയിലെ ആ ഭസ്മമാണ് ശരിക്കും. ആ വിറക് കത്തുന്ന ഭസ്മം എടുത്ത് തൊട്ടാൽ തന്നെ വിഷാംശങ്ങൾ വരെ മാറുമെന്നാണ് പറയുന്നത്. അവിടുത്തെ പ്രസാദവും ഭസ്മം തന്നെയാണ്. അവിടെ മാത്രമാണ് ഭസ്മം നമുക്ക് കുഴച്ച് തൊടാൻ പറ്റുള്ളൂ. അവിടുത്തെ ഭസ്മം കുഴച്ചാണ് തരിക. അത് ഭയങ്കര പുണ്യമുള്ളതാണ്. സാധാരണ സ്ത്രീകൾ ഭസ്മം കുഴച്ച് തൊടാറില്ല. പുരുഷന്മാരാണ് ഭസ്മം ഇങ്ങനെ നനച്ചിട്ട് കുറി തൊടുന്നത്. പുരുഷന്മാർ മാത്രം. സ്ത്രീകൾ വെറുതെ ഭസ്മം അങ്ങനെ തന്നെ രാവിലെ കുളി കഴിഞ്ഞ് വന്നാൽ ഉടനെ തന്നെ ശകലം ഭസ്മം എടുത്ത് തൊടും. അതുപോലെ വൈകിട്ട് ദീപം കൊളുത്തുന്നതിന് മുമ്പായിട്ടും കൈകാലം മുഖമൊക്കെ കഴുകി ശരീരശുദ്ധി വരുത്തി കഴിഞ്ഞാൽ ഭസ്മം തൊടും. ഭസ്മത്തിന് വളരെ മൂല്യമുണ്ട്. പിന്നെ മഞ്ഞൾ പ്രസാദവും ഇതുപോലെ തന്നെ ദേവിയെ സങ്കല്പിച്ചിട്ട് തന്നെയാണ്. മഞ്ഞൾ പ്രസാദത്തിൽ ഇതുപോലെ സുഗന്ധദ്രവ്യങ്ങളൊക്കെ ചേർത്ത് ചാലിച്ച്, കസ്തൂരി മഞ്ഞളിൻ്റെ ഇതായാലും മറ്റ് മഞ്ഞൾപ്പൊടിയാണെങ്കിലും അതിൽ പനിനീരൊക്കെ ചാലിച്ച്, അതുപോലെ അല്പം മരിപ്പൊടിയും കൂടെ ചേർത്തിട്ട് ഇത്തിരി കളപ്പപ്പൊടി കൂടെ ചേർത്ത് മിശ്രിതാക്കിയിട്ട് തൊടുന്നത് വളരെ നല്ലതാണ്. അതും നമുക്ക് രോഗശമനത്തിനും നെടുമംഗല്യത്തിനുമൊക്കെ മഞ്ഞൾ പ്രസാദവും തൊടാം. അതുപോലെ തന്നെ ഇന്ന് ഇവിടെ ഞാൻ പറയുന്ന ചന്ദനം എന്ന് പറയുന്നത് ശരിക്കും മഹാവിഷ്ണുവിനെ പ്രതിദാനം ചെയ്തിട്ടാണ്. ഭഗവാന്റെ ഒരു അനുഗ്രഹം എപ്പോഴും നമുക്കുണ്ടാവണമെങ്കിൽ കുളിച്ചാൽ ഉടൻ തന്നെ ഒരു കുറി തൊടും. അതിന് ഗോരോചനം എന്ന് പറഞ്ഞ് ഒരു കട്ട പോലത്തെ ഒരു സാധനം വാങ്ങാൻ കിട്ടും. അത് വെള്ളത്തിൽ ചാലിച്ചിട്ട് തൊട്ടാൽ അത് മാഞ്ഞു പോവുകയില്ല. പിന്നെ ഭഗവാനെ അഭിഷേകം ചെയ്താൽ, കളഭാഭിഷേകം ചെയ്തിട്ട് ആ കളഭം നമുക്ക് തരും, ഉണക്കി പൊടിച്ച് നമ്മൾ സൂക്ഷിച്ച് വയ്ക്കും. അല്പം എടുത്ത് ചാലിച്ചിട്ട് തൊട്ടാൽ ഭയങ്കര ഒരു പുണ്യമാണ്. കളഭക്കട്ട വാങ്ങാൻ കിട്ടും, ചന്ദനപ്പൊടിയും വാങ്ങാൻ കിട്ടും. അത് ചാലിച്ച് പനിനീരിലൊക്കെ ചാലിച്ച് തൊടുമ്പോൾ വളരെ ഒരു ഐശ്വര്യമാണ്, ഒരു കുളിർമയാണ്. തിരുനെറ്റി ആ സുഷുമ്നാ ചക്രമൊക്കെ ഉണരാനായിട്ടൊക്കെ കളഭം തൊടുന്നത് വളരെ നല്ലതാണ്. അപ്പം ഭസ്മവും കളഭവും കുങ്കുമവും അങ്ങനെയാണ് തൊടുക. പിന്നെ മഞ്ഞപ്രസാദവും തൊടാം. ഇനി നമുക്ക് പച്ച നിറത്തിലുള്ള കുങ്കുമം,
കന്യാകുമാരി ക്ഷേത്രത്തിൽ, അതുപോലെ തന്നെ ഏറ്റവും കൂടുതലായിട്ടും ഈ പച്ച നിറത്തിലുള്ള കുങ്കുമം കന്യാകുമാരി ദേവീക്ഷേത്രത്തിൽ നിന്നാണ് കിട്ടുക. ത്രിപുര സുന്ദരി ക്ഷേത്രങ്ങളിലും പച്ച കുങ്കുമം കിട്ടും. ഈ പച്ച കുങ്കുമത്തെ നമ്മൾ പ്രതിനിധാനം ചെയ്യുന്നത് എത്ര കുറികൾ തൊട്ടിട്ടുണ്ടെങ്കിലും പൊട്ടിന് തൊട്ട് മുകളിലായിട്ട് തൊടുന്നതാണ് പച്ച കുങ്കുമം. ഈ പച്ച കുങ്കുമം എന്ന് പറയുന്നത് കുബേര ലക്ഷ്മിയെ പ്രതിനിധീകരിക്കുന്നതിനാണ്. കുബേര ലക്ഷ്മി പൂജ. എന്താണ് കുബേരൻ എന്ന് പറഞ്ഞാൽ ഈ പ്രപഞ്ചത്തിലെ മുഴുവൻ സമ്പത്തിൻ്റെയും ഉടമ എന്ന് പറയുന്നത് മഹാലക്ഷ്മിയാണ്. ആ സമ്പത്തിൻ്റെ മുഴുവൻ കാവൽക്കാരനാണ് കുബേരൻ. അപ്പം ശിവഭഗവാൻ കുബേരന് ധാരാളം സമ്പത്ത് നൽകുകയും ഈ സമ്പത്തെല്ലാം അതിൻ്റെ കാവൽക്കാരനായി കുബേരനെ നിയോഗിക്കുകയും ചെയ്തു. അതുകൊണ്ടാണ് കുബേരനെ സമ്പത്തിൻ്റെ ഉടമയായ ലക്ഷ്മി ദേവിയെ പ്രാർത്ഥിക്കുകയും ഇതിനെല്ലാം പോവാതെ സൂക്ഷിക്കുന്ന കാവൽക്കാരനായ കുബേരനെ കൂടി പൂജിക്കും. അപ്പോൾ ഈ കുബേരനും ലക്ഷ്മിയും കൂടിയുള്ള കുബേര ലക്ഷ്മി പൂജ നമുക്കറിയാം. ഭയങ്കര ഐശ്വര്യപൂർണ്ണമായിട്ടിരിക്കുന്ന കുബേരന് കുറേ പാത്രങ്ങളിലേക്ക് ഇങ്ങനെ ധനം നിറച്ചു വെച്ചിട്ട് മഹാലക്ഷ്മി ഇങ്ങനെ ധനം ചൊരിയുന്ന നല്ല പച്ച നിറത്തുള്ള വസ്ത്രമൊക്കെ എടുത്തിട്ടുള്ള ആ അമ്മയെ പ്രതിദാനം ചെയ്യുന്നതിനാണ് നമ്മൾ പച്ച നിറത്തിലുള്ള കുങ്കുമം ധരിക്കുന്നത്. ഈ പച്ച നിറത്തിലുള്ള കുങ്കുമം കഴിയുമെങ്കിൽ 21 ദിവസം മുടങ്ങാതെ തൊടാൻ പറ്റുമെങ്കിൽ ആ 21 ദിവസവും കുബേരലക്ഷ്മിയെ മനസ്സിൽ പ്രാർത്ഥിച്ചുകൊണ്ട് കുബേര ഐശ്വര്യലക്ഷ്മിയെ മനസ്സിൽ പ്രാർത്ഥിച്ച് കുങ്കുമം തൊട്ടുകൊണ്ട് അമ്മയെ മനസ്സിൽ പ്രാർത്ഥിച്ചിട്ട് സമ്പത്ത് വന്ന് നിന്ന് അനുഭവയോഗ്യമാക്കി തരണം. നമുക്ക് സമ്പത്ത് ഉണ്ടായാൽ മാത്രം പോരാ, ആ സമ്പത്ത് നമ്മളുടെ ആവശ്യങ്ങൾക്കൊക്കെ നമുക്ക് ഉപയോഗിക്കാൻ സാധിക്കണം. അതൊന്നും നഷ്ടമാകാതെ നിലനിർത്തി കൊണ്ടുപോകാനും സാധിക്കണം. അപ്പം സമ്പത്തിനെ നിലനിർത്തി തരുന്നത് കുബേരനാണ്. പിന്നെ സമ്പത്ത് നൽകുന്നത് അമ്മയാണ്. അപ്പോൾ ആ അമ്മയെ പ്രാർത്ഥിച്ചുകൊണ്ട് കുബേരലക്ഷ്മി പൂജ ചെയ്ത് പച്ചക്കുങ്കുമൊക്കെ ധരിച്ചുകൊണ്ട് മനസ്സറിഞ്ഞ് വെള്ളിയാഴ്ചയാണ് ശരിക്കും സമ്പത്തിൻ്റെ ദിവസമായിട്ട് കാണുന്നത്. വെള്ളിയാഴ്ച ദിവസം ശരിക്കും ഹോരയിൽ തന്നെ പുലർച്ചെയും ചെയ്യാം. ഈ ശുക്രഹോര വീണ്ടും വൈകുന്നേരവും വരും. അപ്പോൾ ഉത്തരസന്ധ്യയ്ക്കും ചെയ്യാം. അതുപോലെ തന്നെ പുലർച്ചെയും ഈ കുബേരലക്ഷ്മിയെ പൂജിച്ച് ഈ കുങ്കുമമൊക്കെ ധരിച്ച് 21 ദിവസം മുടങ്ങാതെ രാവിലെ കുളിച്ച ഉടനെ തന്നെ ഒരു വെള്ളിയാഴ്ച തുടങ്ങി നമ്മളൊരു 21 ദിവസം മുടങ്ങാതെ കുങ്കുമം തൊട്ടുകൊണ്ട് കുബേരലക്ഷ്മിയെ പ്രാർത്ഥിക്കൂ. സാമ്പത്തികം വന്ന് നിറയുകയും അത് നിലനിന്ന് കിട്ടുകയും ചെയ്യും. നമുക്ക് സമ്പത്ത് വരാൻ ആഗ്രഹിച്ചിട്ട് കാര്യമില്ല. വന്ന് ഉടനെ ലോട്ടറി കിട്ടിയിട്ടൊക്കെ ഒരു പ്രയോജനം ചെയ്യാതെ പാഴായി പോയവരുണ്ട്. എത്രയോ സമ്പത്ത് വന്നു ചേർന്നാൽ അത് നിലനിൽക്കാത്തവർ ഒത്തിരി പേരുണ്ട്. അപ്പം സമ്പത്ത് വരണമെന്നല്ല, വന്ന് നിലനിന്ന് അനുഭവിക്കാൻ, നമുക്ക് ആവശ്യത്തിനെടുത്ത് പ്രയോജനപ്പെടുത്തുവാനായിട്ട് നമ്മളുടെ സമ്പത്ത് നമുക്കും നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ പ്രയോജനപ്പെടുത്തുവാനായിട്ട് സാധിക്കണം. സമ്പത്ത് നഷ്ടപ്പെടുത്താതെ സൂക്ഷിക്കാൻ കഴിയണമെന്നൊക്കെ പ്രാർത്ഥിച്ചുകൊണ്ട് 21 ദിവസം പച്ച കുങ്കുമം തൊടു. കുബേരൻ്റെ നിറമാണ്, ഐശ്വര്യലക്ഷ്മിയുടെ നിറമാണ് പച്ച. അപ്പം എല്ലാ സമ്പത്ത് സമൃദ്ധിയും ഉണ്ടാകുവാൻ ഈ കുങ്കുമധാരണം, പച്ച നിറത്തിലുള്ള കുങ്കുമധാരണം അമ്മയുടെ സാന്നിധ്യത്തെയും ഭഗവാന്റെ സാന്നിധ്യത്തെയും ഉറപ്പിക്കും. അപ്പോൾ തീർച്ചയായും എല്ലാവർക്കും എല്ലാ സമ്പത്തും വന്ന് നിന്ന് അനുഭവയോഗ്യമായി തീരട്ടെ എന്ന് ആശംസിച്ചുകൊണ്ട് നന്ദി, നമസ്കാരം.